ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് നിങ്ങൾക്കെല്ലോ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നേ. അൽഹംദുലില്ലാ അമ്മക്കും ഇവിടെ നല്ലതന്നെ കേട്ടാ. അങ്ങനെ ഉണ്ടല്ലോ ഇന്നത്തെ ഒരു വ്ലോഗ് 2 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ഒന്ന് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, ഒരു മസാല ഇങ്ങനെ ഇതാക്കുന്നതു അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഫ്രൈഡേ ഉള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ ഫസ്റ്റായിട്ടെല്ലാം കാണുന്നവരെല്ലാം ഉണ്ടാവില്ലേ വ്ളോഗ്സ്, സബ്സ്ക്രൈബ് ചെയ്യാണ്ടെല്ലാം കാണുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും പ്രസ്സാക്കുക, കമൻസിൽ നിങ്ങളെ വ്ളോഗിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇതാ ചിക്കനെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ഫ്രൈ ആക്കുന്നതെല്ലോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്ന കേട്ടോ. അങ്ങനെ ഇതൊരു ദിവസം നൈറ്റാട്ടാ, ഈ ഒരു പണി 2 ഡേ മുമ്പേ നൈറ്റ്. അങ്ങനെ ഡിന്നറിനേക്കാണ് ഇത് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുബൂസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഫ്രോസൺ. അപ്പോൾ അതെടുത്തൊന്ന് ചൂടാക്കിയിട്ട് ആ സാലഡ്സ് എല്ലാം ഇട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഇന്നലെ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച എടുത്തത് ഒരു വ്ലോഗാട്ടാ. വ്യാഴാഴ്ച മോർണിംഗ് വെള്ളാപ്പത്തിന് പച്ചരി ഒന്ന് പുതിർത്താനായിട്ട് വെക്കാനുണ്ടേനും. അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കലാന്നേ. അതെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് അരച്ചിട്ട് എടുക്കലാന്ന്. ഇപ്പം ഇത് എടുക്കുന്നത് വ്യാഴാഴ്ച മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടിക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്ത ഒരു റെസിപ്പിയായിട്ട്. സിമ്പിളായിട്ട് ഓട്സ് വെച്ചിട്ട് എന്നാൽ വയറ് നല്ലോണം ഫീലായിട്ട് പോലെ തോന്നും കേട്ടോ. ഇത് പിന്നെ ഉള്ളിയും ക്യാരറ്റെല്ലാം കഴിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഞാൻ പറയും, കാരണം എൻ്റെ മക്കൾ കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരിക്കൽ വേറെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഒരു മുട്ട, 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതുണ്ടല്ലോ ഉള്ളിയും കുറച്ച് പച്ചമുളക് വേണം. കുട്ടിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒടിച്ച് മാത്രം ഇങ്ങനെ കുതിർത്തി വെച്ച് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ടാക്കിയിട്ട് എടുക്കലാന്ന് നല്ലത്. ഞാനിത് ഉണ്ടാക്കിയിട്ട് അവർ കഴിച്ചിട്ടില്ല കേട്ടോ, ബാക്കി ഞാൻ തന്നെ കഴിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ദോശേൻ്റെ ചുട്ടെടുക്കുന്നത് പോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു ചീസ് വെച്ച് കൊടുത്തേക്ക്. അധികം കൂടുതൽ ചീസ് ഇട്ടെടുത്തിട്ട് ഉണ്ടാക്കലാണ് നല്ലത്. ഈ ക്യാരറ്റ് ഉള്ളിയൊന്നും കഴിക്കാത്ത ഉള്ളിക്ക് നല്ലതാണ്. ഇതുണ്ടല്ലോ ഇന്നലെ വ്യാഴാഴ്ച ലഞ്ചിനുള്ള ഒന്ന് ചിക്കനെല്ലാം റെഡിയാക്കിയതിൻ്റെ ഒന്ന് ഇതിൻ്റെ അകത്ത് ആഡാക്കിയതാണ്. പിന്നെ ഈവനിങ് ഞാനൊരു 3 AM ആ ഒരു ടൈമായപ്പോൾ നമ്മൾ കോഫി അടിച്ചതിൻ്റെ പിന്നെ ഈത്തപ്പായോ പിന്നെ കുറച്ച് നട്ട്സും അതായത് പതോ എടുത്തിട്ട് അതെല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ്. അങ്ങനെ നമ്മളിന്ന് ഇന്നലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്തിനും പോയിട്ടുണ്ടേനു. അങ്ങനെ പുറത്ത് പോയിട്ട് കറങ്ങിയിട്ട് ആ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. ജസ്റ്റ് മാളിലേക്കൊന്ന് പോയതാ. അവിടുന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാനുണ്ടേനു. അങ്ങനെയല്ലോ അങ്ങനെ നമ്മൾ ടബക്ക് കയറിയിട്ട് ഷവർമ വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടാ. അപ്പം നൈറ്റ് വെള്ളാപ്പത്തിൻ്റെ മാവെല്ലാം അരച്ചിട്ട് വെക്കലാന്ന്. അങ്ങനെയല്ലോ
രാവിലെ ആകുമ്പോൾ എനിക്ക് ചുട്ടെടുക്കണോ അങ്ങനെയല്ലോ വന്നേ. അങ്ങനെ ഇതാ ഇതിൻ്റെ അകത്ത് ഞാനുണ്ടല്ലോ ഇപ്പം ട്രെൻഡിങ് ആണ് ഒരു ഓട്സ് സ്മൂത്തീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഞാനിതാ ഓറഞ്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കാനായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടുണ്ടല്ലോ ഈ ഒരു ബൗളിലേക്ക് തന്നെ ഓട്സ് ആഡാക്കി കൊടുക്കുക. വേണ്ടത്ര ഓട്സ്, അധികം കൂടിപ്പോണ്ട ഓട്സ് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഞാൻ ഇതാ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ച് കൊടുക്കലാന്നേ. എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒന്ന് നല്ല തണുത്ത് വരുമ്പോണ്ടല്ലോ അത് വെച്ചൊന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഉണ്ടല്ലോ മാംഗോൻ്റെ ഈ ഒരു പൾപ്പുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം. കുറച്ച് നട്ട്സ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് വതാട്ട അങ്ങനെയുള്ള നട്ട്സെല്ലാം കടിക്കാൻ ഇഷ്ടമുള്ള നട്ട്സെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഇടാക്കാം. അപ്പോൾ അതിൻ്റെ അകത്തോട്ടേക്ക് തന്നെ ഇതാ മാംഗോൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ബദം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. ഇതുണ്ടല്ലോ അടിപൊളിയാട്ടോ. ഡയറ്റെല്ലാം പ്ലാൻ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഓറഞ്ചിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മോർണിംഗ് കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലുണ്ടല്ലോ അവർ ട്രൈ ആക്കണ്ട, അല്ലാത്തൊലിക്കെല്ലാം ട്രൈ ആക്കിയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു വീഡിയോ ഞാൻ ഫ്രൈഡേ ആണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈഡേ മോർണിംഗ് നമ്മൾ അതെല്ലാം കഴിച്ചിന്. ഇപ്പം ഇതാ ബെഡെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കലാന്ന്, റൂമെല്ലാം നല്ലോണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ